ജീവിതത്തിൽ ആദ്യമായിട്ട് മൈസൂർ പാലസിൽ വരാൻ പറ്റി, അതും മൈസൂർ ദസറക്കന്നെ. അപ്പോൾ ഞങ്ങൾ പാലസ് എക്സ്പ്ലോർ ചെയ്ത്. ഗുഡ് മോർണിംഗ് ഗൈസ്, 5:30 ആയിട്ടുള്ളൂ, രാവിലെ തന്നെ എണീറ്റ്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ഫോർ എ റൈഡ്. നമ്മളെല്ലാം റൈഡിന് പ്ലാൻ ചെയ്താ അരമണിക്കൂർ കൊണ്ട് എണീറ്റ് പോകുന്നതാ, ഇത് 2 മണിക്കൂറായി. I'm all set for the ride. എന്നെ കുറ്റം പറഞ്ഞ ആള് he is still അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ അതേ ഡ്രസ്സാണ്, അതുപോലെ കുറച്ച് മേക്കപ്പ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 5 മണിക്ക് ഇറങ്ങണം വിചാരിച്ച ഞങ്ങളാണ് ഇറങ്ങിയത് 7 മണിക്ക്. ബട്ട് ക്ലൈമറ്റ് ഇസ് വെരി. ഞങ്ങൾ പെട്രോൾ അടിച്ച് ഇനി അടുത്തത് ടയറിന് കാറ്റടിക്കാണ്. വെൽക്കം യാത്ര. ചാറ്റൽ മഴ, സമയം രാവിലെ 9:20. ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ മഞ്ഞ് ഞങ്ങൾ കണ്ടോക്കിയാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൂർഗ് ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി യാത്ര തുടങ്ങാം. നല്ല തണുപ്പാണ്, നിങ്ങൾക്ക് കാണാം കോട, നല്ല ഭംഗിയിൽ കാണാൻ. വാവ്, അങ്ങനെ മൈ നെയ്റോസ്റ്റ് ഇസ് ഹിയർ, ഹിസ് പൂരി ആൻഡ് ബാജി ഇസ് ഹിയർ. അയ്യോ, ഇപ്പം തട്ടി മതി. Guys, we are done with the breakfast and then ഇനി നമ്മളെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. This is my very first experience in bike. അച്ഛനും അമ്മേൻ്റെയും എല്ലാവരെയും ചീത്തയെല്ലാം കേട്ടിട്ടാണ് നമ്മൾ രണ്ടാളും പുറപ്പെട്ടെ. അത്രയും അടിപൊളിയാണ്, കണ്ടോ. എന്റെ ഹസ്ബൻഡ് എന്തെല്ലോ പടായി പറയണമല്ലോ, നിങ്ങൾ കേട്ടോക്കെ. ഈ കൂർഗിലെത്തുമ്പോ ഒരു പ്രത്യേകതര ഫീലാണ്. ഇവിടുത്തെ ഈ കോഫി എസ്റ്റേറ്റിന് നടുക്കൂട്ടല്ലേ ഫുള്ള് കോഫിയാ. എനിക്കറിയില്ല, ഇന്ത്യയിൽ ഏറ്റവും അധികം നല്ല കോഫിയാ. അല്ലടി, ഇതെല്ലാം കോഫിയാ, ഇതെല്ലാം ഈ ചെടികള്. So guys, we are in Mysore. ഞങ്ങളെ യാത്ര മൈസൂരിലേക്കായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി September 22nd and you all know Mysore is very special for Dasara. ഞങ്ങൾ മൈസൂർ എത്തി. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഒരു പാർട്ട്ണർ who makes you to എല്ലാ ചുമക്കൽ, മറ്റേ ലഗേജ് വരെ നമ്മൾ തന്നെ ക്യാരി ചെയ്യണം. കാലിൻ്റെ മുട്ട അനങ്ങുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് മൈസൂർ വന്ന് കറങ്ങാൻ. അപ്പോൾ മാച്ചിങ് ആണ്. ഞാൻ രാവിലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ്, ഇവിടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി മൈസൂർ കാണിച്ചു തരാം. മൈസൂരിൽ എൻ്റെ ഫാൻസ് എത്തിയിട്ടുണ്ട് ഗൈസ്, അവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അടുത്തോടോ അടുത്തോ, ആരുമില്ല ഗൈസ്, പറ്റിച്ചു, ആരോ എന്നെ പറ്റിച്ചു. എവിടെ ആന്നല്ലേ? അതാ എന്നെ നോക്കിയിട്ട് ആരോ വരുന്ന കൈയെല്ലാം ടാറ്റ പറഞ്ഞിട്ട് കമ്മിങ്. മൈ ഫാൻസ് ആർ കമ്മിങ്, ഓൺ ദ വേ. ഞങ്ങൾ കാർ എടുക്കാത്തത് എത്രയോ നന്നായി. അത്രയും ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെ. September 22, അതായത് ഇന്ന് ഇവിടെ നടക്കുന്നത് ഫ്ലവർ ഷോ, പിന്നെ ഫുഡ് മേള, പിന്നെ എന്തിനോ റെസ്ലിംഗ് കോമ്പറ്റീഷൻ, പിന്നെന്തോ ബുക്കിൻ്റെ ഒക്കെ എന്തെല്ലോ ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കാണാനുള്ള ഇതിലാണ് വന്നത്. ഒരുപാട് എന്താ പറയുക പരിപാടികളുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഐഡിയ വരുവാന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓഫ് കോഴ്സ് യെസ്, ഫുഡിൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങൾ കഴിക്കാനുണ്ട് ഗൈസ്. എവിടെ നിന്ന് തുടങ്ങും എവിടെ അവസാനിക്കും അറിയില്ല. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കർണാടക സ്റ്റൈൽ ഡിഷസ് ആണ് ഇവിടെ ഇല്ലേ. അപ്പോൾ ഹൈദരാബാദി ദം ബിരിയാണിയെല്ലാം ഉണ്ടല്ലോ, ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല ഗൈസ്, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. ഈ ഏരിയ മൊത്തം ബിരിയാണീസിൻ്റെ ആണ്. ആ ഏരിയ മൊത്തം ചാറ്റ്, പിന്നെ വേറെ എന്തെല്ലോ കർണാടക ഐറ്റംസ് ഉണ്ട്.
ഗൈസ് വായിന്ന് വെള്ളം വരുന്നുണ്ട്. ഗൈസ് നമ്മളവിടെയെല്ലാം വെള്ളം വേറെയാ. ഇതെന്തോ വെള്ളാട്ടോ, പച്ചവെള്ളമാണ് തോന്നുന്നത്. അത് വേണ്ട തോന്നുന്നു. ഓൾറെഡി വെള്ളം എന്തോ ഒഴിച്ചിന്. അത് പച്ചവെള്ളാണോ? അത് കുടിക്കാൻ തന്നെയാ. അതങ്ങനെയല്ല, ഇത് കുടിക്കാൻ തന്നെയാട്ടോ. എനിക്കെന്താ കുടിക്കാൻ അല്ലേ? അതാ അമ്മ അത് കുടിക്കാൻ തന്നെയാ അല്ലേ? ഒരു രസമില്ല. ഫസ്റ്റ് ട്രൈ ആണ് കൊളായി. നമ്മൾ രണ്ടാമത്തെ ഫുഡ് ട്രൈ ചെയ്തത് ഹൊസക്കോട്ടെ ആനന്ദ് ബം ബിരിയാണി. നല്ല ടേസ്റ്റോടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റൈസ് വാങ്ങി. ചിക്കൻ ഓൾറെഡി ബാക്കിയുണ്ട്. സോ ഗൈസ് നമ്മൾ ഫുഡ് ഫെസ്റ്റിവലിന് പുറത്തിറങ്ങി. Guys, look at the beauty of Mysore. So guys, we are moving on to the main entrance of Mysore Palace. എന്ത് ഭംഗിയാ കാണാൻ. And this is my dream place. അതായത് സ്വപ്നത്തിൽ മൈസൂർ പാലസിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിക്കാൻ ഇപ്പം പറ്റിയ. ഗൈസ് പാലസിനുള്ളിലേക്ക് കയറേണ്ട തിരക്കാണ് ഈ കാണുന്നത്. ക്യൂ ആയിട്ടാണ് പോകേണ്ടത്. ಒಂದು ಸಮಿತಿಯನ್ನು ಮಾಡಿ ವೆಂಕಟೇಶ್ ಕುಮಾರ್ ಆಯ್ಕೆ ಮಾಡಿ ജീവിതത്തിൽ ആദ്യമായിട്ട് മൈസൂർ പാലസിൽ വരാൻ പറ്റി, അതും മൈസൂർ ദസറക്കനെ. അപ്പോൾ ഞങ്ങൾ പാലസ് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് റിട്ടേൺ പോവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എക്സിറ്റ്. ഇന്നത്തെ ഡിന്നറാണ്. ഇവിടുത്തെ ഡിന്നറാണ്. സ്ട്രീറ്റ് ഫുഡ് ഇൻ മൈസൂർ. മംഗലാന്ന് നമ്മൾ സർമറി കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ കഴിക്കാൻ ആഗ്രഹം. അത് കുതിര പോയി. ദിസ് ഈസ് ദ ഡിന്നർ ഫോർ ടുഡേ. ചർമുരി അവർ ഫേവറേറ്റ്. അത് അനിഷാസ് ഫേവറേറ്റ് ഉള്ളൂ ഒരു പ്ലേറ്റ്. നമ്മളിപ്പം കഴിക്കാൻ പോകുന്നത് ചർമുരി. 40 രൂപയാണ് രണ്ട് ചർമുരിൻ്റെ റേറ്റ്. അങ്ങനെ ടേസ്റ്റ് നോക്കാം. കുഴപ്പമില്ല, നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ ആ ബൈക്ക് എടുക്കാൻ പറ്റി. ഞങ്ങൾ വിചാരിച്ച് പറ്റൂല. അയ്യോ അവിടെ പാനിപ്പൊരി ഉണ്ടേനു ഓൻ്റെ ഹിന്ദിക്കാരൻ്റെ. അങ്ങനെ മൈസൂർ ദസറൻ്റെ ഫസ്റ്റ് ഡേ മൈസൂർ തന്നെ കംപ്ലീറ്റ് ആയി. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.